ബി ജെ പി പ്രതിനിധി ഇ കൃഷ്ണദാസ് ഇന്നിപ്പോൾ എൻ സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരിദാസിന് പട്ടാമ്പിയിലാണ് വോട്ട്. 2 സ്ഥലത്ത് വോട്ടർ ഐ ഡി കാർഡുള്ളയാളാണ്. പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് വരെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശ്രീകണ്ഠൻ എം പിയും ഇതേപോലെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഹരിദാസൻ പറഞ്ഞ മറുപടി ഇരട്ട വോട്ടർ കാർഡ് ഉണ്ടെങ്കിൽ അത് റദ്ദാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് എന്നാണ്. ഇങ്ങനെ മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാരെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരാക്കി വ്യാജ വോട്ടർമാരാക്കി തിരികെ കയറ്റിയതിന് പിന്നിൽ ആരാണ്? ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സംഭവിച്ച വീഴ്ച എന്ന നിലയിൽ അതിനെ കാണാൻ പറ്റുമോ? 2000-ലധികം ഇതേപോലെ വ്യാജ വോട്ടർമാർ പാലക്കാട് മണ്ഡലത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ തിരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും അട്ടിമറിക്കാൻ പോകുന്ന ശക്തിയാണ്. ഈ കൃഷ്ണദാസ്, നിങ്ങളിതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലേ? ഡോക്ടർ അരുൺ, നിങ്ങളുടെ റിപ്പോർട്ടർമാരിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മലമ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് 1967 മുതൽ CPM-ൻ്റെ മണ്ഡലമാണ്. ഈ 2021 വരെ 15ാമത്തെ MLA ആയിട്ട് CPM-ൻ്റെ A പ്രഭാകരനാണ് ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടിൽ എടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ മുഴുവൻ തിരുവാലത്തൂരാവട്ടെ കൊടുമ്പാവട്ടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം CPM ഭരിക്കുന്ന പഞ്ചായത്ത്, കൊടുമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് വർഷങ്ങളായി CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഒട്ടനവധി ആളുകളെ പാലക്കാട് മണ്ഡലത്തേക്ക് തൊട്ടടുത്തുള്ള കണ്ണാടി പഞ്ചായത്തിൽ ചേർത്തു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അത് ഏത് പാർട്ടിയാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ വോട്ടുകളെല്ലാം ചേർത്തിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് BJPയുടെ ശക്തി എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ്. നേരത്തെ ജില്ലാ പ്രസിഡൻറ്റിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ചോദിച്ചു. അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പാലക്കാടാണ് താമസിക്കുന്നത്. ഏതാണ്ട് 3 വർഷത്തോളമായി അദ്ദേഹം പാലക്കാടാണ് സ്ഥിരതാമസം. ഇടയ്ക്ക് കൊപ്പത്ത് പട്ടാമ്പിയിൽ പോയി വരുന്നു എന്ന് മാത്രം. അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ വോട്ട് ചേർത്ത് കരട് വോട്ടർ പട്ടിക വന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ താമസക്കാരനല്ല എന്ന് പറഞ്ഞ് CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രതിനിധി പരാതി കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടുത്തെ താമസക്കാരനാണ് എന്ന് അവരുടെ പ്രതിനിധികൾക്ക് കൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മൗനം എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള സംഗതികൾ ജില്ലാ പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇനി ഇപ്പോൾ ആർഷോ ഇവിടെ പറയണ കേട്ടു, ഡോക്ടർ സരിൻ ഇവിടെ താമസിക്കുന്നത് ഭാര്യ വാങ്ങിയ വീട്ടിലാണ് എന്നുള്ളത്. ആർഷോ ഒരു ഉപകാരം ചെയ്യണം. ഡോക്ടർ സരിൻ ബോധിപ്പിച്ചിട്ടുള്ള ഇലക്ഷൻ അഫിഡവിറ്റിൽ ഇങ്ങനെ ഒരു വീടുണ്ടോ എന്ന് മാത്രം താങ്കളൊന്ന് പരിശോധിച്ചാൽ മതി. കളവ് പറയുമ്പോൾ ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കളവ് പിന്നാലെ പറയേണ്ടി വരും. ഡോക്ടർ സരിന് ഇങ്ങനെ ഒരു വീട് വാങ്ങിയതായി ഇലക്ഷൻ അഫിഡവിറ്റിൽ, അതായത് 2 ആഴ്ച മുമ്പ് ബോധിപ്പിച്ച അഫിഡവിറ്റിൽ പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ ആർഷോ പറഞ്ഞത് കള്ളം, അല്ലെങ്കിൽ സരിൻ പറഞ്ഞത് കള്ളം. 100% ഒരു കാര്യം 100% ഉറപ്പാണ്. അതായത് അദ്ദേഹം തിരുവില്ലാമല സ്വദേശി, അദ്ദേഹം ഒറ്റപ്പാലത്താണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. അദ്ദേഹത്തിന് മണ്ണാർക്കാട് ധാരാളം ഭൂസ്വത്തുക്കളുണ്ട്. മണ്ണാർക്കാട് അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് വീട് വാങ്ങി ഇവിടെ സ്ഥിരതാമസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാലക്കാടുകാരനും വിശ്വസിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആരാണ് ഇത്തരത്തിൽ പ്രോപ്പർട്ടി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് തിരുത്താം. അതെ, ഇലക്ഷൻ അഫിഡവിറ്റിൽ കാണിക്കണ്ടേ? ഭാര്യ ആ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ സ്വത്തുക്കൾ കൂടി ഇലക്ഷൻ അഫിഡവിറ്റിൽ കാണിക്കണമല്ലോ. അങ്ങനെ ഒരു വീട് കാണുന്നില്ലല്ലോ. ആർഷോ മറുപടി അതിന് ആർഷോ മറുപടി പറയട്ടെ. Debate with Dr. Arun Kumar.